إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ളൊരു ജാഗ്രത എന്നും എപ്പോഴും എവിടെയും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ പല ഘട്ടങ്ങളായി കഴിഞ്ഞു പോയവരായിരിക്കും. ചിലപ്പം ഒരു പ്രത്യേകമായ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അന്ന് നമ്മൾ ചിലപ്പം പ്രാർത്ഥിച്ചു പോയിട്ടുണ്ടാവും, അല്ലാഹുവേ ഈ അവസ്ഥ എന്നിൽ നിന്ന് തരണം ചെയ്തു പോയാൽ ഞാൻ നിന്നെ വഴിപ്പെടുന്നവനായി, നല്ലൊരു മുസ്ലിമായി, നിനക്ക് ഇബാദത്ത് ചെയ്യുന്നവനായി, എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി ജീവിക്കുന്നവനായി ജീവിക്കാൻ പരിശ്രമിക്കാം എന്നൊരു വാഗ്ദാനം ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മൾ നൽകിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഘട്ടം മനുഷ്യരുടെ, മുസ്ലിമിൻ്റെ, ഒരു മോമിനിൻ്റെ അവസ്ഥകളിൽ, അവൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്, വരാറുണ്ട്. പക്ഷേ ആ വാഗ്ദാനം ആ സമയത്ത് മാത്രം ഉണ്ടാവുകയും പിന്നീട് അവൻ പഴയതിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥകളാണ് പലരും നാം കണ്ടുവരാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിലേക്ക് മടക്കുവാൻ വേണ്ടി വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികപരമായും ഏതൊക്കെ മേഖലയുണ്ടോ, അത് രാഷ്ട്രീയമാവാം, ഒരു രാഷ്ട്രമായ അവസ്ഥയാവാം, എല്ലാ അവസ്ഥകളിലും അവസരങ്ങളിലും അവൻ നമുക്ക് യഥേഷ്ടം സമയങ്ങൾ അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവനിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് അയ്ദിൻ നാസ് ലിയുസീകഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലുമൊക്കെ കുഴപ്പങ്ങൾ വ്യാപകമായിട്ടുണ്ട്. അവർ പ്രവർത്തിച്ചതിൽ ചിലതിൽ അവർക്ക് ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ലഅല്ലഹും യർജിഊൻ, ഒരു വേള അവർ മടങ്ങിയേക്കാം, അല്ലെങ്കിൽ അവർ മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അവല യറൗന അന്നഹും യുഫ്തനൂന ഫി കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ സുമ്മ ലാ യതൂബൂന വലാ ഹും യദ്ദക്കറൂൻ. അവർ ഓരോ കൊല്ലം ഒന്നോ രണ്ടോ തവണ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നവർ കാണുന്നില്ലേ? എന്നിട്ടും അവരെന്തുകൊണ്ട് ഖേദിച്ചു മടങ്ങുന്നില്ല, ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല? ഓരോ വർഷം ഒന്നോ രണ്ടോ തവണ അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഖേദിച്ച് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തുകൊണ്ട് മനുഷ്യൻ എന്നിട്ട് ചിന്തിക്കുന്നില്ല? അവൻ ആ ചിന്തയിൽ ഊന്നിയ ഒരു ജീവിതം അവൻ കാഴ്ചവെക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്.
സഹോദരന്മാരെ, വിശ്വാസികളായ നാം ഗൗരവത്തോട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം നൈമിഷികമായ സന്ദർഭങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടികൂടുക ഒരു തിരിച്ചു വരവിന് അവസരമില്ലാത്ത ഒരവസ്ഥയിലായിരിക്കും. അപ്പോൾ മേലോട്ട് ഉയർത്തുന്ന കൈകൾക്ക് യാതൊരു ഫലവും ചെയ്തു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ജീവിതത്തിൽ എന്തുണ്ട് പോംവഴി, ഒരു മെച്ചപ്പെടുത്തൽ അതെങ്ങനെയാണ് നമുക്ക് സാധിക്കാം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾക്ക് രാത്രി നിസ്കാരമുണ്ട്. രാത്രി നിസ്കാരത്തെ പറ്റി പറയുകയാണ്. ഫഇന്നഹു ദഅബു സാലിഹീന ഖബ്ലക്കും, തീർച്ചയായും നിങ്ങളുടെ മുമ്പുള്ള സജ്ജനങ്ങളുടെ ഒരു നടപടിക്രമമാണത്. വഖുർബത്തുൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന സംഗതിയാണത്. വമൻഹാതുൻ അനിൽ ഇസ്മി, കുറ്റകൃത്യങ്ങളെ തടയുന്ന സംഗതിയാണത്. വതക്ഫീറുൽ ലിസയ്യാത്ത്, ദോഷങ്ങൾ പൊറുപ്പിക്കുന്ന കാര്യമാണത്. വമതറത്തുൽ ലിദായി അനിൽ ജസദ്, ശരീരത്തിൽ നിന്ന് രോഗങ്ങളെ ആട്ടി അകറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഏത്? രാത്രി നിസ്കാരം. സുബഹിക്ക് മുമ്പ്, ഫജ്റിന് മുമ്പ് നമ്മൾ എഴുന്നേറ്റ് ഒരു 3 റക്അത്ത്, 5 റക്അത്ത്, 7 റക്അത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും മഹത്തരമായ കാര്യമാണത്. കുറ്റകൃത്യങ്ങളെ തടയുന്നതാണ്, അതുപോലെ തന്നെ ദോഷങ്ങൾ പൊറുപ്പിക്കുന്നതാണ്. ശരീരത്തിൽ വരുന്ന മാരകമായ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങളെ ആട്ടി അകറ്റുന്നതാണ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓഫർ നൽകിയിട്ടുണ്ടെങ്കിൽ റമദാനിന് ശേഷം നമ്മുടെ രാത്രി നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, സനാഇൽ മഅറൂഫി തഖി മസാരിയസ്സൂ, സൽപ്രവർത്തികൾ മോശമായ മരണങ്ങളിൽ നിന്ന് നമ്മളെ കാക്കുന്നു. സൽപ്രവർത്തനങ്ങൾ വൽ ആഫാത്തി വൽ ഹലകാത്ത്, മനുഷ്യരെ കുഴപ്പത്തിലാക്കുന്ന എന്തൊക്കെയുണ്ടോ അത് വിപത്താവാം, രോഗമാവാം, വരൾച്ചയാവാം, ക്ഷാമമാവാം, അല്ലെങ്കിൽ ഭൂമി കുലുക്കും, അതുപോലുള്ള പ്രകൃതിക്ഷോഭമാവാം. മനുഷ്യനെ ഏത് തരത്തിലേക്ക് കുഴപ്പത്തിലാക്കുന്ന സംഗതികളുണ്ടോ ആ സംഗതികളിൽ നിന്ന് സൽപ്രവർത്തികൾ അവനെ കാത്തുരക്ഷിക്കുന്നു. ദുനിയാവിൽ നന്മ ചെയ്യുന്ന ആള് തന്നെയാണ് പരലോകത്ത് നന്മയുടെ ആൾക്കാർ. പരലോകത്ത് സ്വർഗവാസികൾ എന്ന് പറയണമെങ്കിൽ അവർ ഭൂലോകത്ത് നന്മകൾ ചെയ്യുന്നവരാണ്. അവർ തന്നെയാണ് പരലോകത്തെ സ്വർഗവാസികൾ. അല്ലെങ്കിൽ പ്രത്യേകമായൊരു ചാർട്ട് ചെയ്ത ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്ക് ആട്ടിക്കൊണ്ടു പോവുക എന്നല്ല. ഭൂലോകത്ത് എന്തൊക്കെ നന്മകളിൽ വ്യാപൃതരാകുന്ന ആൾക്കാരുണ്ടോ അവർ തന്നെയാണ് പരലോകത്തെ സ്വർഗവാസികൾ. അവർ തന്നെയാണ് നന്മയുടെ വക്താക്കൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സനാഇൽ മഅറൂഫി തഖി മസാരിയസ്സൂ വസ്സദഖത്തു ഖുഫിയൻ തുത്ഫി ഗളബർ റബ്ബ്, രഹസ്യമായി ചെയ്യുന്ന സദഖകൾ എൻ്റെ കോപത്തെ, അല്ലാഹുവിൻ്റെ കോപത്തെ, റബ്ബിൻ്റെ കോപത്തെ അത് തട്ടിമാറ്റുന്നു എന്നതാണ്. അല്ലാഹുവിനുള്ള ദേഷ്യത്തെ, കോപത്തെ, ഒരു അടിമകളിൽ ഉണ്ടാകുന്ന അവൻ്റെ ഏതെങ്കിലും അനിഷ്ടകരമായ ഒരു സുന്നത്തിനെ, ആ സുന്നത്തിനെ തടഞ്ഞു നിർത്താൻ അവൻ രഹസ്യമായി, ഒരു അടിമ രഹസ്യമായി ചെയ്യുന്ന സദഖകൾ അത് പര്യാപ്തമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വസീലത്തുർ റഹിമി സിയാദത്തു ഫിൽ ഉംർ, കുടുംബബന്ധം ചാർക്കൽ ആയുസ്സിൽ വർധനമുണ്ടാക്കും. കുടുംബബന്ധം ചാർക്കൽ. സഹോദരന്മാരെ, ചില ആൾക്കാരുണ്ട് സഹോദരനുമായി ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞു പോവുക. ഭാര്യയുടെ സഹോദരിയുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല. ചിലപ്പോൾ വീട്ടിലുള്ള കല്യാണത്തിന് ക്ഷണിക്കാൻ പോയിട്ട് അവർ ഏതെങ്കിലും ഗുരുതരമായ രോഗാവസ്ഥയിലായാൽ പോലും ഒന്ന് സന്ദർശിക്കാൻ പോലും മനസ്സ് വരാത്ത ആൾക്കാർ. സഹോദരന്മാർ, എന്താണ് അവരൊക്കെ ഇവരുടെ അടുത്ത് കൊണ്ടുപോകുന്നത്? ദേഷ്യത്തിലും കടുംപിടുത്തത്തിലും വാശിയിലും വെറുപ്പിലും കഴിഞ്ഞു പോകുക, കുടുംബ ബന്ധങ്ങൾ മുറിച്ച അവസ്ഥയിൽ കഴിഞ്ഞു പോകുക, അവനെ കാണുമ്പോൾ തെറ്റുമാറി നടക്കുക, ഒന്ന് സലാം ചെല്ലാത്ത മനസ്സിന്റെ ഉടമകളായി പോകുന്ന ആൾക്കാർ ഈ ഭൂമിയിൽ നിന്ന് മണ്ണിലേക്ക് പോകുമ്പോൾ അവരെന്താണ് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവർ ചെയ്ത ചില സൽപ്രവർത്തനങ്ങൾ എന്ന് അവർക്ക് തോന്നുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവാം, അവർ ചെയ്യുന്ന ദുആകൾ ഉണ്ടാവാം. ഇതൊക്കെയും അല്ലാഹുവിന്റെ അടുക്കൽ തടയപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നല്ല രീതിയിൽ കുടുംബബന്ധം ചാർത്തുന്ന ആൾക്കാർ അവരുടെ ആയുസ്സിന് വർധന ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വകുല്ലു മഅറൂഫിൻ സദഖ വഅലിൽ മഅറൂഫി ഫിദ്ദുനിയാഹും അലിൽ മഅറൂഫി ഫിൽ ആഖിറ. ദുനിയാവിലുള്ള നന്മയുടെ ആൾക്കാർ, ഇങ്ങനെ കുടുംബബന്ധമൊക്കെ ചാർക്കുന്ന ആൾക്കാർ അവർ തന്നെയാണ് പരലോകത്ത് നന്മയുടെ വക്താക്കൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു അല്ലദീ യുഖാലിത്തുൻ നാസ് വയസ്ബിറു അലാ അദാഹും
അഅ്ളമു അജ്റൻ മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിതു الناس വലാ യസ്ബിറു അലാ അദാഹും. ഒരു മുഅ്മിൻ സത്യവിശ്വാസി എന്ന് പറയുന്നത് ജനങ്ങളുമായി സഹവസിക്കുന്നവനായിരിക്കും. അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു യഥാർത്ഥ സത്യവിശ്വാസി ജനങ്ങളുമായി സഹവസിക്കാതെ ഏകനായി ഒറ്റപ്പെട്ട് അവൻ്റെ ഇബാദത്തുകൾ ആരാധനകളൊക്കെ കഴിച്ചു കൂട്ടിക്കൊണ്ട് നടക്കുന്ന സത്യവിശ്വാസിയേക്കാൾ ഉത്തമനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ജനങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇടപെടാം, ജനങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കുക. അങ്ങനെയുള്ളൊരു വിശ്വാസി അയാൾക്ക് ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ കുത്തുവാക്കൾ കേൾക്കേണ്ടി വരും, മറ്റു രൂപത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അയാൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ അതിൽ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസി, അങ്ങനെയൊന്നും ഇടപെടാതെ ജനങ്ങളുമായിട്ടൊന്നും ഇടപെടാതെ ജീവിക്കുന്ന സത്യവിശ്വാസിയേക്കാൾ ഏറ്റവും ഉത്തമനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു ഇദാ കാന യുഖാലിതു الناس വയസ്ബിറു അലാ അദാഹും. ഇതേ വാക്ക് തന്നെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായി ഇടപെട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമാണ്. അങ്ങനെയൊന്നും ഇടപെടാതെ ജീവിക്കുന്ന മുസ്ലിമിനേക്കാൾ ഏറ്റവും ഉത്തമൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ചില സഹോദരന്മാരുണ്ടാവും, അവർ പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരും, ആരോടും മിണ്ടൂല, ഒരു സലാം പോലും ചൊല്ലൂല. സലാത്തുൽ ഫജ്റിനായിരിക്കും വന്നിട്ടുണ്ടാവുക. തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകും, വീണ്ടും പള്ളിയിലേക്ക് വരും, വീണ്ടും അങ്ങോട്ടേക്ക് പോകും. സ്വന്തം കാര്യത്തിന് മാത്രം വ്യാപൃതരായി അതിനെ മാത്രം ഓടി നടക്കുന്ന ആൾക്കാർ അടുത്തിരിക്കുന്ന ഒരു സുഹൃത്തിനോട് കുശലം ചോദിക്കാനോ സുഖവിവരങ്ങൾ അന്വേഷിക്കാനോ അതിനൊന്നും മെനക്കെടുകയില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു സത്യവിശ്വാസി ഉണ്ടാവും. അയാളെപ്പറ്റി ചിലപ്പോൾ നാട്ടിലും സമൂഹത്തിലൊക്കെ ചില ദൂഷപ്പേരുകൾ ആരോപിച്ചു നിന്നിരിക്കും. പക്ഷെ അതൊന്നും അയാളെ ഒരു തരത്തിലും തളർത്തുകയില്ല. എങ്കിൽ അയാളാണ് മറ്റേയാളെക്കാൾ അല്ല അങ്ങനെ ചെയ്യുന്നവരെക്കാൾ ഏറ്റവും ഉത്തമനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ തന്നെ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യദൂ ബിദഅവത്തിൻ ലൈസ ഫിഹാ ഇസ്മുൻ വലാ ഖതിയത്തു റഹിമിൻ ഇല്ലാ അഅതാഹു അല്ലാഹു ബിഹാ സലാസ് ഇല്ലാ അഅതാഹു അല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്. അതായത് ഒരു വിശ്വാസി അല്ലാഹുവിനോട് ദുആയിരിക്കുന്നുണ്ട്. അങ്ങനെ ദുആയിരിക്കുമ്പോൾ അവൻ കുടുംബബന്ധം ഒരിക്കലില്ലാത്തൊരു വ്യക്തിയാണെന്ന് കരുതിക്കും. അതുപോലെ തന്നെ മറ്റു പാപങ്ങൾ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുആയ്ക്ക് ഉത്തരം നൽകുന്നുണ്ട്. ഇമ്മ അൻ തുഅജ്ജല ലഹു ദഅവതു, ഒന്നെങ്കിൽ അവൻ പ്രവർത്തിച്ച കാര്യം പ്രാർത്ഥിച്ച കാര്യം പെട്ടെന്ന് തന്നെ നൽകും. വ ഇമ്മ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, അല്ലെങ്കിൽ പരലോകത്തിന് അതിന് പ്രതിഫലമായി നൽകുന്നു. വ ഇമ്മ അൻ യസ്രിഫ അൻഹു മിനസ്സൂഹി മിസ്ലഹ, അതല്ലെങ്കിൽ അവനിലേക്ക് വരാൻ വേണ്ടി പോകുന്ന വലിയ ഉപദ്രവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു നിർത്തുമെന്നാണ്. അപ്പൊ കുടുംബബന്ധമൊന്നും മുറിക്കാതെ മറ്റു പാവങ്ങളിൽ നിന്നും ഏർപ്പെടാതെ ഒരാൾ നിത്യം ദുആ ഇരിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നെങ്കിൽ ആ ദുആയ്ക്ക് അപ്പോൾ തന്നെ ഉത്തരം നൽകും, അല്ലെങ്കിൽ പരലോകത്ത് പ്രതിഫലമായി ആ ദുആയെ ഇബാദത്തായി ഗണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെക്കും. അതുമല്ലെങ്കിൽ അയാളിൽ വരാനിരിക്കുന്ന മറ്റേതെങ്കിലും മുസീബത്തുകൾ അത് ഈ ദുനിയാവിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തടഞ്ഞു നിർത്തുമെന്നാണ്. അതുകൊണ്ട് തന്നെ ദുആകൾ വർദ്ധിപ്പിക്കുക എത്ര വലിയ കാര്യമാണ്. നമ്മൾ ചിലപ്പം വിചാരിക്കും, ഞാൻ എത്ര ദുആയിരുന്നു, ഞാൻ എത്ര പ്രാർത്ഥിച്ചു, അല്ലാഹു നീ ഉത്തരം നൽകുന്നില്ലല്ലോ. അതിന് 3 തരത്തിലുള്ള പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓഫർ നൽകിയിട്ടുണ്ട്. അത് കേട്ട സഹാബികൾ ചോദിച്ചു, ഇതന്നുക്സ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾ വർദ്ധിപ്പിക്കട്ടെയോ? ഖോല അല്ലാഹു അക്സർ. അപ്പം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാരാണ്? ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാരാണ്? ഖാല മൻ താല ഉംറുഹു വഹസുന അമലുഹു, ആരുടെ ആയുസാണ് ദൈർഘ്യം കിട്ടുന്നത്, ഏറ്റവും നല്ല സൽപ്രവർത്തനം ചെയ്യുന്നത്, അവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരൻ ആരാണ്? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ താല ഉംറുഹു വസഅ അമലുഹു, ഒരാൾ ആയുസിന് ദീർഘായുസ് ലഭിക്കുക, ദീർഘമായി അയാളിവിടെ ജീവിച്ചു, പക്ഷെ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുക, കുടുംബബന്ധം മുറിച്ചിട്ടുണ്ടാവും, മറ്റുള്ളവരെ പുലഭ്യം പറഞ്ഞിട്ടുണ്ടാവും, ഒരു നന്മകളും അയാളിൽ നിന്ന് വരില്ല, അയാളാണ് ജനങ്ങളിൽ ഏറ്റവും മോശക്കാരൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ അല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞ ഒരു ഖുദ്സിയെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇസ്സതി ലാ അജ്മു അലാ അബ്ദി ഖൗഫൈൻ,
എൻ്റെ പ്രതാപം തന്നെ സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറഞ്ഞ ഖുദ്സിയ ഹദീസാണ്, എൻ്റെ പ്രതാപം തന്നെയാണ് സത്യം. വല അജ്മലഹു അംനൈൻ ഇദാ അമിനനി ഫിദ്ദുനിയ അഖ്ഫതു യൗമൽ ഖിയാമ. അതായത് എൻ്റെ ഒരു ദാസൻ തമ്മിൽ രണ്ട് സന്ദർഭങ്ങളിലെ ഭയവും രണ്ട് സന്ദർഭങ്ങളിലെ നിർഭയത്വവും ഞാൻ ഒരുമിച്ച് ചേർക്കുകയില്ല. രണ്ട് സന്ദർഭങ്ങളിലെ ഭയം, രണ്ട് സന്ദർഭങ്ങളിലെ നിർഭയത്വം, അത് ഞാൻ ഒരുമിച്ച് ചേർക്കുകയില്ല. ഇദാ അമിനനി ഫിദ്ദുനിയ അഖ്ഫതു യൗമൽ ഖിയാമ. ദുനിയാവിൽ വെച്ചിട്ട് നിർഭയനായി ജീവിച്ചവന് അവൻ ഖിയാമത്തുകളിൽ നാം അവനെ ഭയപ്പെടുത്തും. വൈദാ ഖാഫനി ഫിദ്ദുനിയ അമ്മൻതുഹു യൗമൽ ഖിയാമ. ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അവനെ നിർഭയനാക്കി തീർക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറഞ്ഞ ഖുദ്സിയ ഹദീസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ദുനിയാവിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കണം. നാട്ടുകാരെയല്ല ഭയക്കേണ്ടത്, ജനങ്ങളല്ല ഭയക്കേണ്ടത്, ആര് എന്നെക്കുറിച്ച് എന്ത് പറയും എന്നല്ല ഭയക്കേണ്ടത്, പക്ഷെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടൊരു ജീവിതം. അങ്ങനെ ജീവിച്ചാൽ പരലോകത്ത് അവന് നിർഭയനായി തീരാൻ വേണ്ടി സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നിൽ ഇസ്ലാമിൽ മർഇ തർകു മാ ലാ യഅനി. ഇസ്ലാമിൽപ്പെട്ട ഒരു നല്ല സംഗതിയാണ് ഒരാൾക്ക് ആവശ്യമില്ലാത്ത സംഗതിയെ ഉപേക്ഷിക്കുക എന്നത്. എല്ലാ കാര്യത്തിലും ഇടപെടുക എന്നല്ല, എന്ത് കാര്യത്തിലും വർത്താനം പറയാം, എല്ലാവരുടെയും വർത്താനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുതിയ പുതിയ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. കണ്ടതൊക്കെ ഫേസ്ബുക്കിൽ അവിടെ പോസ്റ്റ്, ഇവിടെ പോസ്റ്റ്, ആ ഗ്രൂപ്പിലിട്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ അവിടെ അയച്ചു കൊടുത്ത്, ഇവിടെ അയച്ചു കൊടുത്ത്, ആ ഗ്രൂപ്പിലിട്ട്. ഇങ്ങനെയല്ല, എനിക്ക് ആവശ്യമില്ലാത്ത സംഗതികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നത് ഒരു ഇസ്ലാമിൻ്റെ, ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി സിത്ത. 6 കാര്യങ്ങൾക്ക് മുമ്പേ സൽക്കർമ്മങ്ങളിൽ നിങ്ങൾ എന്താക്കണം, മുന്നേറേണ്ടതുണ്ട്. 6 കാര്യങ്ങൾക്ക് മുമ്പേ. ഒന്നെന്താണ്? ഇമാറത്തു സുഫഹാ. വിവരദോഷികൾ അധികാരികളായിട്ട് മാറും. വിവരദോഷികൾ അധികാരികളായിട്ട് മാറുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. അത് ഇന്നും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിന് മുമ്പേ നിങ്ങൾ സൽപ്രവർത്തനങ്ങളിൽ മുന്നേറണം. വകസറത്തു ശുറത്തി. അതെ, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസുകാർ അനീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ആധിക്യം വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സൽപ്രവർത്തനത്തിൽ മുന്നേറണം. വബൈഉൽ ഹുക്മി. അധികാരത്തെ വിൽക്കുക, തൻ്റെ സ്ഥാനം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ചൂഷണാത്മകമായ പ്രവൃത്തികൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ രക്തം ചീന്തുക എന്നത് നിസാരവൽക്കരിക്കുക. അതുപോലെ തന്നെ കുടുംബബന്ധം വിച്ഛേദിക്കപ്പെടുക. മറ്റൊന്ന് ഖുർആനിന്റെ ശബ്ദങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് ഒരു വിഭാഗം വളർന്നു വരും. കേവലം ഈണാസ്വാദനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെ മുന്നിൽ നിർത്തിക്കും. അവർക്ക് ഫിഖ്ഹ്പരമായിട്ട്, കർമ്മശാസ്ത്രപരമായി, അല്ലെങ്കിൽ തജ്വീദിന്റെ അഹ്കാമുകൾ പോലും നന്നായിട്ട് അറിയുകയുണ്ടാവുകയില്ല. എന്നാലോ നല്ല ഖിറാഅത്തായിരിക്കും. അതിനുവേണ്ടി മാത്രം പള്ളികളിൽ ഇമാമായിട്ട് നിർത്തിക്കാം. എന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരാൻ വേണ്ടി പറ്റുമോ? ഇല്ല. എന്തെങ്കിലും ഫിഖ്ഹിയായ മസലകളിൽ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു തരാൻ വേണ്ടി പറ്റുന്നവനാണോ നമ്മുടെ പള്ളിയിലെ ഇമാമ്? അല്ല. എന്നാൽ നല്ല ഖിറാഅത്താണ്. അതിനുവേണ്ടി മാത്രം പള്ളിയിൽ നിർത്തിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം നിസ്കാരത്തിൽ മുന്നിൽ നിർത്തുക എന്ന് പറയുന്ന കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽപ്രവർത്തനത്തിൽ മുന്നേറണമെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, നമ്മൾ ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതാഇൽ ലൈലി മുദ്ലിമി യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. ഇരുട്ട് പുരണ്ട രാത്രി പോലെ പരീക്ഷണങ്ങൾ വരും. രാവിലെ മുസ്ലിമായ ഒരാൾ, മുഅ്മിനായ ഒരാൾ വൈകുന്നേരം കാഫിറാവും. ഔ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. വൈകുന്നേരം മുഅ്മിനായ സത്യവിശ്വാസിയായ ഒരാൾ പിറ്റേന്ന് രാവിലത്തേക്ക് കാഫിറായിട്ടുണ്ടാവും. അപ്പൊ അതിനു മുമ്പ് എന്ത് ചെയ്യുക? നിങ്ങൾ സൽപ്രവർത്തനത്തിൽ മുന്നേറുക. ദുനിയാവിന്റെ വിഭവം കൊണ്ട് ദീനിനെ അയാൾ വിൽക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ദീനിനൊരു പ്രത്യേകതയും കാണിക്കുകയില്ല. ദുനിയാവിനായിരിക്കും പ്രാമുഖ്യം കാണിക്കുക. അതുകൊണ്ട് തന്നെ വൈകുന്നേരം മുസ്ലിമായിട്ടുണ്ടാവും, രാവിലെ ആകുമ്പോൾ കാഫിറായിട്ടുണ്ടാവും. രാവിലെ മുസ്ലിമായ മനുഷ്യനായിരിക്കും ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കാഫിറായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നിങ്ങൾ സൽപ്രവർത്തനത്തിൽ മുന്നേറുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി ഇബാദൻ.
അതായത് നിശ്ചയം അള്ളാഹുവിന് ചില അടിമകളുണ്ട് സമ്പത്താകുന്ന അനുഗ്രഹം നൽകി അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് ഉണ്ടാവുകയില്ല. ചിലർക്ക് അവരുടെ ജീവിത ചെലവുകൾ ഇങ്ങനെ ഒപ്പിച്ചു പോകുന്ന അവസ്ഥയിലുള്ള ശമ്പളവും വരുമാനമായിരിക്കും. എന്നാൽ ചിലർക്ക് അതൊക്കെ കഴിഞ്ഞാലും നല്ല പൈസ ബാലൻസ് ആയിട്ടുണ്ടാവും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെ അടിയാന്മാർക്ക് സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. യുകർരിഹും ഫീഹാ മാ ബദലുഹ. എന്നാൽ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുക, അല്ലെങ്കിൽ സമ്പത്ത് ദാനമായി ചെയ്യുന്ന കാലത്തോളം ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ സ്ഥിരപ്പെടുത്തിയ അവസ്ഥയിലായിരിക്കും. ഫൈദാ മനഹു വനസഹ മിൻഹു. എന്നാൽ ചെലവഴിക്കാതെ അവരത് തടഞ്ഞു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ അയാളിൽ നിന്ന് സമ്പത്ത് ഊരിയെടുക്കുകയും അവൻ മറ്റുള്ളവർക്ക് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ചെലവാക്കലേ ഉണ്ടാകുക. എന്നാൽ അത്യാവശ്യം സമ്പത്തുണ്ട്, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലും മറ്റും അയാൾ ചെലവഴിക്കുന്നതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അല്ലാതെ അമിതമായ പിശുക്കിലാണ് അയാൾ കഴിഞ്ഞു കൂടുന്നെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളിൽ നിന്ന് സമ്പത്ത് ഊരിയെടുക്കുകയും മറ്റുള്ളവരിലേക്ക് ചെലവഴിപ്പിക്കുന്ന ഒരവസ്ഥ സംജാതമാക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി അസ്സ വജൽ ഇല്ലാ ബദ്ദലക അല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ ലക മിൻഹു. നീ അല്ലാഹുവിന് വേണ്ടി ഏതൊരു കാര്യം ഉപേക്ഷിച്ചാലും ഉത്തമമായത് കൊണ്ട് അള്ളാഹു നിനക്ക് പകരം തരാതിരിക്കില്ല. അപ്പൊ അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യത്തെ ഉപേക്ഷിച്ചു. ചിലപ്പോൾ കുട്ടികൾ ഈ സ്കൂൾ പഠിക്കുന്നു, ആ സ്കൂളിൻ്റെ സാഹചര്യം മുഴുവനും മോശമാണ്, ഇവിടെ സംഗീതാത്മകമായ സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ പല രൂപത്തിലാണ്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി എന്താക്കി ആ സ്കൂളിൽ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും സ്കൂളിൽ ചേർത്തു. അങ്ങനെ ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ടാവും. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം നാം ഉപേക്ഷിച്ചാൽ അതിനേക്കാൾ പകരമായത് ഏറ്റവും ഉത്തമമായ രീതിയിൽ അള്ളാഹു നൽകാതിരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പറഞ്ഞു, മൻ തറക്കൽ ലിബാസി തവാളുഅൻ ലില്ലാഹ് ഒരാൾക്ക് നല്ല ഡ്രസ്സ് ധരിക്കാൻ വേണ്ടി പറ്റും, ഏറ്റവും നല്ല ഡ്രസ്സ് 10,000 രൂപയുടെ ഷർട്ട് വാങ്ങി ധരിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അള്ളാഹുവിന് വേണ്ടി എന്തായി? അയാൾ അത് ഉപേക്ഷിച്ചു. എങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്കിടയിൽ വെച്ചിട്ട് അയാളെ പ്രത്യേകം വിളിക്കുമെന്നാണ്. എന്നിട്ട് സ്വർഗവാസികളൊക്കെ ധരിക്കുന്ന പ്രത്യേകമായ ഡ്രസ്സ് ഉണ്ടാവും. ആ ഡ്രസ്സ് ആ മനുഷ്യനെ കൊണ്ട് ധരിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കല്യാണം കഴിക്കണം, ഏറ്റവും ദൂർത്തായി കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റും. അത്യാവശ്യം സമ്പത്തൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് എൻ്റെ മകൻ്റെ കല്യാണം ഞാൻ ദൂരത്തിൽ നിന്ന് ഒഴിവാക്കി. എങ്കിലെന്താണ്? പകരം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അതിനേക്കാൾ ഏറ്റവും ഉത്തമമായത് നമുക്ക് പ്രദാനം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ നൽകിയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കളമ ഗൈറൻ. ഒരാൾക്ക് കോപിക്കാൻ വേണ്ടി പറ്റും, ദേഷ്യം പിടിക്കാൻ വേണ്ടി പറ്റും. എന്നാൽ അള്ളാഹുവിനെ ഓർത്തിട്ട് എന്തായി? അവൻ കോപിച്ചില്ല, ദേഷ്യം പിടിച്ചില്ല, അതിന് ക്ഷമിച്ചു നിന്നു. കാരണം അങ്ങനെ ഒരു സന്ദർഭം വന്നിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ ഒരാൾ തെറ്റിച്ച് വന്നു, അയാളുടെ അടുത്താണ് എല്ലാ തെറ്റും. പക്ഷെ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ ദേഷ്യം പിടിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. പക്ഷെ അയാൾ ദേഷ്യം പിടിച്ചില്ല. അയാൾക്ക് അതിന് കഴിയുമായിരുന്നു, പക്ഷെ അയാൾ ദേഷ്യം പിടിച്ചില്ല. എങ്കിൽ ഊറിൽഹീനിൽപ്പെട്ട ഏത് സ്ത്രീകളെയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം, സ്വതന്ത്രമായ അവകാശം നമുക്ക് നൽകപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഇദാ തബാഇതും ബിൽ ഈന. നിങ്ങൾ പരസ്പരമുള്ള കച്ചവട ഇടപാടിൽ മാത്രം ശ്രദ്ധിച്ചു. ചില സഹോദരന്മാരുണ്ട്, എന്നത് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടും 6 മണിക്ക്, 11 മണി വരെ ചിലപ്പോൾ ബിസിനസ്സിലോ കച്ചവടത്തിലോ 10 മണിയിലൊക്കെ ആയിരിക്കും. വീട്ടിലേക്ക് 10-12 മണിക്ക് കയറി വരും. എന്നിട്ട് കുളിച്ച് ഭാര്യയായിട്ടൊന്ന് കുശലാന്വേഷണം നടത്താനോ മക്കളുമായിട്ട് ഒന്ന് ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല. വെറും ബിസിനസ്, കച്ചവടം, ധൃതി. ഇനി വീട്ടിൽ വന്നാലോ ആകെ ചുരുങ്ങിയ
ഞായറാഴ്ചൻ്റെ ഒരു പകുതി ദിവസങ്ങളിൽ ഫോണ് എപ്പോഴും ബിസിനസ് ആവശ്യമുള്ള ചർച്ചകളും സംസാരങ്ങളും പിടികളുമായിരിക്കും. കുടുംബമായിട്ടൊന്ന് ഇരിക്കാനോ സംസാരിക്കാനോ ഒന്നിനും സമയം ഉണ്ടാവുകയില്ല. അതുപോലെ അടുത്ത് പള്ളി ഉണ്ടാവും. പള്ളിയുടെ ദൈനംദിന ചെലവുകൾ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്, അവിടുത്തെ ദേവാപ്രവർത്തനം എങ്ങനെയാണ്, ഇവിടെ ഒരു മദ്രസ ഉണ്ട്, ആ മദ്രസകൾ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്, ഇവിടെ ദീനീ പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ ഒന്നിനും സമയമില്ല. എപ്പോഴും ബിസിനസ്, കച്ചവടം, ജോലി, തിരക്ക് മാത്രമായിരിക്കും. അങ്ങനെയായാൽ കാലി വളർത്തൽ മാത്രം ശ്രദ്ധിച്ചു, കൃഷിയിൽ മാത്രം സംതൃപ്തിപ്പെടുകയും ചെയ്തു. ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള എന്തൊക്കെ പ്രവർത്തനം ഉണ്ടോ, ജിഹാദ് ഉണ്ടോ, അതൊക്കെ ഉപേക്ഷിച്ചാൽ നിസ്സംശയം അള്ളാഹു നിങ്ങളുടെ മേൽ നിന്ദ്യത അടിച്ചേൽപ്പിക്കും. അതെങ്ങനെയാണ് നമുക്കറിയില്ല. ചിലപ്പോൾ പരക്കം പാച്ചിലായിരിക്കും, വെറും ഓട്ടമായിരിക്കും. അപ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വരിക, അല്ലെങ്കിൽ വേറെ ഒരു രോഗം വരിക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടെത്തിക്കുക. അത് എങ്ങനെയാണ് നമുക്കറിയില്ല. അങ്ങനെയുള്ള നിന്ദ്യത അയാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിച്ചേൽപ്പിക്കും. നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് പൂർണ്ണമായ രീതിയിൽ മടങ്ങി വരുന്നവോളം ഈ നിന്ദ്യതയെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ഇതൊക്കെ പറഞ്ഞത് ജീവിതത്തിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് നമ്മളൊക്കെ വിധേയരാകുന്നവരാണ്. അപ്പോൾ ആ സമയത്ത് മാത്രം ഇതൊക്കെ ചിന്തിക്കുക. പിന്നെ ആ ചിന്തകളിൽ നമ്മൾ മുക്തമായിട്ടുള്ള മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുക എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അല്ലാഹുവിൽ നിന്നുള്ളൊരു പിടുത്തം പിടിച്ചാൽ പിന്നെ തിരിച്ചു പോകാൻ നമുക്ക് അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തെ സൂക്ഷ്മമായി വിലയിരുത്തി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരായി തീരാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്നവർ പ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. സത്യവിശ്വാസികളുടെ ഉപമയായിട്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ഇന്ന മസലൽ മുഅ്മിനി ലകമസലിൻ നഹ്ല. സത്യവിശ്വാസിയുടെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അത് ഒരു തേനീച്ചനെ പോലെയാണ്. അക്കലത്ത് തൊയ്യബൻ വവാലത്ത് തൊയ്യബ. അത് നല്ലത് തിന്നുക, ശുദ്ധമായത് മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ, ശുദ്ധമായതേ അത് ശ്രവിപ്പിക്കുകയുള്ളൂ. വകഅത്ത് ഫലം തക്സീർ വലം തുഫ്സിർ. അത് എവിടെ പോയി ചെന്നിരുന്നാലും ആ ചെടിച്ചില്ലകളെ, പുഷ്പത്തെ ഏതെങ്കിലും തരത്തിൽ ഒടിക്കുകയോ കേടുവരുത്തുകയോ ഇല്ല എന്ന് പറഞ്ഞാൽ തേനീച്ച നുകരുന്ന എന്താണ്? അത് പുഷ്പത്തിനെ അവിടെ പോയിരിക്കുന്നു, ആ പുഷ്പത്തിന് ഒരു കേടുപാടും വരുത്തുന്നില്ല, അതിൽ നിന്ന് തേന് നുകർന്ന് അത് തിരിച്ചു പോകുന്നു. ഇതുപോലെയാണ് ഒരു സത്യവിശ്വാസിയുടെ ഉദാഹരണം. അത് ശ്രവിപ്പിക്കുന്നതോ, അത് അതിൻ്റെ തേനീച്ചകളുടെ കൂടാരത്തിൽ കൊണ്ടുപോയി അവിടെ പുറത്തേക്ക് വികാരണം ചെയ്യുന്നത്, അത് പുറത്തേക്ക് ശ്രവിപ്പിക്കുന്നത് എന്താണ്? അതും തേനാണ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി ഏത് സമയം എന്തായിരിക്കും? ആ രൂപത്തിൽ നന്മകൾ ചെയ്യുന്നവരായിരിക്കും. ഇപ്പം ഈച്ച നമുക്കറിയാം. ഈച്ച എന്ന് പറഞ്ഞാൽ അത് വൃത്തികേടിലാണ്, മോശമായതിൽ മാത്രമാണ് ചെന്നിരിക്കുക. അവിടെ നിന്ന് രോഗാണുക്കൾ മനുഷ്യരിലേക്കും മറ്റ് ജീവികളിലൊക്കെ പടർത്തിക്കൊണ്ടിരിക്കും. എന്നാൽ തേനീച്ചകളോ പൂക്കളിലും ഫലങ്ങളിലും പോലെ ശുദ്ധവും മധുരവുമുള്ള സുഗന്ധ വാഹിയുടെ നല്ല വസ്തുക്കളിലേക്ക് ചെന്നിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ തേനീച്ചയെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയുടെ സ്വഭാവമായി, രീതിയായി, പ്രവർത്തനമായി ഉദാഹരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, നമ്മളൊക്കെ ഒന്ന് പുനർചിന്തിക്കേണ്ട അടിസ്ഥാനപരമായ സംഗതിയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അദീനാറു അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്. ഒരാൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദീനാർ ചെലവഴിച്ചു. വദീനാറുൻ അൻഫഖ്തു ഫീ റഖബത്തിൻ. ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു ദീനാർ ചെലവഴിച്ചു. വദീനാറു തസദ്ദഖ്ത ബി അലാ മിസ്കീനിൻ വദീനാറുൻ അൻഫഖ്തു അലാ അഹ്ലിക. മിസ്കീനുകൾക്ക് അയാൾ ദീനാർ ചെലവഴിച്ചു, സ്വന്തം കുടുംബത്തിനും അയാൾ ചെലവഴിച്ചു. അങ്ങനെ പല രൂപത്തിൽ ചെലവഴിക്കുന്ന ഒരു മനുഷ്യൻ. ഇതിൽ ഏറ്റവും ഉത്തമമായ ചെലവഴിക്കൽ എന്ന് പറഞ്ഞാൽ അത് സ്വന്തം കുടുംബത്തിൽ ചെലവഴിക്കലാണ്. സ്വന്തം കുടുംബത്തിൽ. ഇപ്പൊ
പെങ്ങള് വിഷമത്തിലായിരിക്കും. ചിലപ്പോൾ അജിക്ക നമ്മൾ നോമ്പ് തുറക്കും പള്ളി കമ്മിറ്റിയിലൊക്കെ ചിലപ്പോൾ 2 ലക്ഷം കൊടുക്കും, അതിന് കൊടുക്കും ഇതിന് കൊടുക്കും, വലിയ സംഭാവന കൊടുക്കും. ചിലപ്പോൾ അയാളെ ഇളയമാൻ്റെ മോള് ചിലപ്പോൾ IC യിലായിരിക്കും, ആശുപത്രിയിലായിരിക്കും, അവർ കുടുംബക്കാരൊക്കെ പരക്കം പായുന്നുണ്ടാവും എങ്ങനെയെങ്കിലും ആശുപത്രി ബില്ലടക്കാൻ വേണ്ടിയിട്ട്. അതിലൊന്നും ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ നാട്ടിൽ പ്രതാപം കിട്ടുന്ന ആൾ 2 അഡ്രസ്സ് കിട്ടുന്ന അതിനൊക്കെ ചെലവഴിക്കും. അങ്ങനെയല്ല, സ്വന്തം കുടുംബത്തിൽ ചെലവഴിക്കുന്നതാണ് നിങ്ങളുടെ ദാനധർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരിമാർക്ക് ചെലവഴിക്കണം, അവരുടെ മക്കൾക്ക് ചെലവഴിക്കണം, എളാപ്പാൻ്റെ മക്കളുണ്ടാവും അവർക്ക് ചെലവഴിക്കണം. അതാണ് സദഖകളിൽ ഏറ്റവും ഉത്തമമായത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിൽ തസമ്മരില്ലാഹി ബിസഖത്തിൻ നാസ്. ഒരാൾ ജനങ്ങളുടെ ദേഷ്യം കണക്കിലെടുത്തില്ല, അയാൾ അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചു. അപ്പോൾ അള്ളാഹു അയാളെ തൃപ്തിപ്പെടും. ജനങ്ങളും അയാളെ തൃപ്തിപ്പെടും. അത് പിന്നീട് ചിലപ്പോൾ ആദ്യം ജനങ്ങൾ വൃത്തിക്കും, പക്ഷെ ഇയാളുടെ പൊരുത്തം എന്തിനാണ് കാംക്ഷിച്ചത്? അള്ളാഹുവിന്റെ തൃപ്തിയാണ്. ഒരാൾ അള്ളാഹുവിന്റെ കോപം അതിന് വില കൊടുത്തില്ല, അയാൾ ജനങ്ങളുടെ തൃപ്തി മാത്രം കാംക്ഷിച്ചാൽ അള്ളാഹുവിന്റെ കോപം അയാൾക്ക് വിധേയനാക്കപ്പെടും. ജനങ്ങളും അയാളെ വെറുത്തു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പോൾ മറ്റൊരു വ്യക്തി കാണാം, ഒരാൾ ജനങ്ങളുടെ കോപം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചാൽ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന കുത്തുവാക്കൾ പ്രയാസം ഒക്കെയും അതിന് സാക്ഷിയായി അതിന് അയാൾക്ക് അള്ളാഹ് മതിയെന്നാണ്. അള്ളാഹുവിന്റെ കോപം സമ്പാദിച്ചുകൊണ്ട് ഒരാളെ ജനങ്ങളുടെ പ്രീതി കാംക്ഷിച്ചാൽ അവൻ അള്ളാഹു ജനങ്ങളിലേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സഹോദരന്മാർ. അവസാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ അഊദു ബിക മിൻ ജാരിൽ സൂ. അള്ളാഹുവേ, ചീത്ത അയൽക്കാരെ കൊണ്ട് ഞാനിതാ ശരണം തേടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥന വമിൻ സൗജി തുശയ്യിബുനി ഖബ്ലൽ മശീബ്. സ്വാഭാവികമായ നര വരുന്നതിന് മുമ്പേ എന്നെ നരപ്പിച്ച് കളിയുന്ന ഇണ. സ്വാഭാവികമായ നര എല്ലാവർക്കും മനുഷ്യന്മാർക്ക് വരും, എന്നാൽ അതിനു മുമ്പേ എന്നെ നരപ്പിച്ച് കളിയുന്ന ഇണയുടെ ദൂഷ്യപ്രവർത്തനങ്ങളെ തൊട്ടുള്ളാവും ഞാൻ ശരണം തോന്നുന്നു. എൻ്റെ ഭാര്യയുടെ മോശമായ പ്രവർത്തനം, വീട്ടിൽ കയറുമ്പോൾ എപ്പോഴും കുത്തുവാക്കും, ഭർത്താവോ അയാൾ ഒരു നന്മയും പറയില്ല, എപ്പോഴും കിറുകിറുകിറുകിറായിരിക്കും. അങ്ങനെയുള്ള ഇണകളെ തൊട്ട് അള്ളാഹുവെ ഞാൻ ശരണം തേടുന്നു എന്നാണ്. വമൻ വലതി യകൂനു അലിയ റബ്ബ. തൻ്റെ മേൽ അധികാരം പ്രയോഗിക്കുന്ന സന്താനങ്ങൾ. ചില ആൾക്കാർ ചില വീടുകളുണ്ടാവും, ഉപ്പ പാവാടെ ചുരുങ്ങിക്കിടക്കുന്നുണ്ട്, എല്ലാ കാര്യം മോനായിരിക്കും തീരുമാനിക്കുന്നുണ്ടാവും. ഉപ്പ വിചാരിക്കും, ഒന്ന് എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പാന്റെ വാക്കിൽ ഒരു വിലയുണ്ടായില്ല. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന മക്കളായിരിക്കും. അയാളുടെ സമ്പത്ത് മുഴുവനും മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ഉപ്പാന്റെ ആടെ പാവം ഇങ്ങനെ ഇരുത്തിയിട്ട് എന്താണ് എല്ലാവരും കൈകാര്യം ചെയ്യാൻ മൂത്ത മോനോ മക്കളോ അല്ലെങ്കിൽ മകളോ ആയിരിക്കും. അതിനെ തൊട്ട് ഞാൻ അല്ലാഹുവെ ശരണം തരുന്നു. വമൻ മാലിൻ യകൂനു അലിയ അദാബൻ. തനിക്ക് ശിക്ഷയായി വരുന്ന എൻ്റെ സമ്പത്ത്, തനിക്ക് ശിക്ഷയായി വരുന്ന സമ്പത്ത്. വമൻ ഖലീലിൻ മാകിൻ ഐനുഹു തറാനി വഖൽബുഹു യർആനി ഇൻ റഅ ഹസനതൻ ദഫനതഹ വഇദാ റഅ സയ്യതൻ അദഅഹ. അതായത് തൻ്റെ രഹസ്യങ്ങൾ നിരീക്ഷിക്കുകയും എന്നിട്ട് തൻ്റെ തെറ്റുകൾ മാത്രം എടുത്തു പറയുകയും തൻ്റെ നന്മകൾ മൂടിവെക്കുകയും ചെയ്യുന്ന ചതിയനായ സുഹൃത്തിനെ തൊട്ടും ഞാനിതാ ശരണം തേടുന്നു എന്നാണ്. സഹോദരന്മാരെ, ഇത്തരം പ്രാർത്ഥനകളൊക്കെ പഠിക്കുക, എന്നിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇതൊക്കെയും പറഞ്ഞത് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന നൈമിഷികമാണ്. ഏത് സമയത്ത് ഏത് സന്ദർഭത്തിലാണ് നമ്മൾ മണ്ണിൻ്റെ അടിയിലേക്ക് പോകേണ്ടത് എന്ന് ഒരു നിശ്ചയമില്ലാത്തവരാണ്. ഇന്നലെ കണ്ടാൾ ഇന്ന് കാണുന്നില്ല. എത്ര വാർത്തകളാണ്, എത്ര അനുഭവ പരിജ്ഞാനമുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മുന്നിൽ വരുന്ന സെക്കൻഡുകൾ, മണിക്കൂറുകൾ അത് പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ട് ഒരു പ്രസന്നതയോടുകൂടി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ സ്വയം ഉപകാരപ്പെടുന്നവനായും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവനായും ജീവിക്കുന്ന കാലത്തോളം ഒരു തേനീച്ചനെ പോലെ തേൻ നുകർന്നുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ സംജാതമാക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഇഷ്ടപ്പെട്ട അടിമയായി തീരാനുള്ള ഒരു പ്രവർത്തനമായി അത് മാറുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല യഥാർത്ഥ സത്യവിശ്വാസികളാക്കി നമ്മളേവരെയും മാറ്റിത്തീർക്കുമാറാവട്ടെ. അള്ളാഹുവെ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മരുന്നുകൾ, എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള
അപകട മരണങ്ങൾ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ അള്ളാഹു എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ ശരണം തേടുകയാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം യക്കീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളേവരെയും മാറ്റി തീർക്കണമേ. അള്ളാഹുവേ, നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും നീ ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളാൽ ഒരു കൺകുളിർമ നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിൻ്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെ ഇതിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.